Debate with Dr. Arun Kumar. ഓപ്പറേഷൻ സിന്ദൂരിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലെത്തി 48 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. യുദ്ധസമാനമായ സാഹചര്യം മാറുന്നു. അതിർത്തികളിൽ സാധാരണ നിലയിൽ ജീവിതം വഴിമാറുകയാണ്. ഈ നിമിഷം വരെയും സർക്കാരിനും സൈന്യത്തിനുമൊപ്പം നിലനിന്ന പ്രതിപക്ഷം ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒന്ന്, പഹൽഗാം ഭീകരരുടെ തെരച്ചിൽ എവിടെ വരെ എത്തി? ഭീകരരെ പിടികൂടാനാവാത്തത് എന്തുകൊണ്ടാണ്? ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കേണ്ടതുണ്ടോ? പഹൽഗാമിലെ ഭീകരരെ പിടികൂടാത്തിടത്തോളം ഓപ്പറേഷൻ സിന്ദൂർ വിജയമാകുന്നത് എങ്ങനെയാണ്? രണ്ട്, വെടിനിർത്തൽ അമേരിക്കയുടെ മധ്യസ്ഥതാവാദങ്ങളെ തള്ളാൻ പ്രധാനമന്ത്രിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ വന്നത്? കാശ്മീർ ഉഭയകക്ഷി വിഷയമെന്ന നിലയിൽ നിന്ന് വീണ്ടും അമേരിക്കയുടെ ഇടപെടലിലേക്ക് എത്തിച്ചു. അതുവഴി സിംല കരാർ ലംഘിക്കപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂരിനെ രാഷ്ട്രീയമായി മുതലെടുക്കാനാണോ BJPയുടെ തിരങ്കായാത്ര? ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. അതിഥികളായ നമുക്കൊപ്പം BJP പ്രതിനിധി KVS ഹരിദാസ്, CMB നേതാവും UDF പ്രതിനിധിയുമായ CP ജോൺ, രാഷ്ട്രീയ നിരീക്ഷകൻ നിസാം സെയ്ദ്, SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിതീഷ് നാരായണൻ, വിദേശകാര്യ വിദഗ്ധൻ നിർമ്മൽ എബ്രഹാം എന്നിവരാണ്. ഞാൻ ആദ്യം BJP പ്രതിനിധിയിലേക്ക് ശ്രീ KVS ഹരിദാസിലേക്ക്. ശ്രീ KVS ഹരിദാസ്, ഇപ്പോൾ 48 മണിക്കൂറായി വെടിനിർത്തൽ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ടോ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. പാർലമെന്റ് വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ എന്തുകൊണ്ടാണ് സർക്കാർ തയ്യാറാകാത്തത്? ശ്രീ KVS ഹരിദാസ്. അരുണെ, ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ട്. രാജ്യത്തിന് ഒരു വ്യക്തമായ ദിശാബോധവും ലഭിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ സൈനിക തലത്തിൽ ഒരു ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചു. നമ്മൾ അഭിമാനിക്കാവുന്ന ചില നടപടികൾ നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഭരണതലത്തിൽ അതേപോലെ തന്നെ നയതന്ത്ര തലത്തിൽ നമുക്ക് ഒരു ഉജ്ജ്വല മുന്നേറ്റം തന്നെയാണ് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കൂടി വച്ചിട്ട് വേണം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ വിലയിരുത്താൻ. പിന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അത് ഉന്നയിക്കാനുള്ള അധികാരവും അവകാശമൊക്കെ ജനാധിപത്യ സംവിധാനത്തിലുണ്ട്. പാർലമെൻറ്റ് എന്തുകൊണ്ട് വിളിച്ചു കൂട്ടുന്നില്ല? അരുണെ, ഒരു കാര്യം മനസ്സിലാക്കണം. 2 ദിവസമേ ആയിട്ടുള്ളൂ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ട്. ഇന്നും ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി കൂടിയിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. പാർലമെൻറ്റിൽ നിന്ന് ഞങ്ങളാരും ഒളിച്ചുകൂടുന്നില്ല. പക്ഷേ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണം എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ സമയത്ത് പ്രതിപക്ഷത്തെ മുഴുവൻ കാര്യങ്ങളും കോൺഫിഡൻസിലെടുക്കണം എന്ന് പറയുന്ന സമയത്ത് തിരിച്ചും ചില ചോദ്യങ്ങളുണ്ട് ഞങ്ങൾക്കൊക്കെ തന്നെ. അത് രാജ്യം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞു, കോൺഗ്രസിൻ്റെ ഉപനേതാവ്, ലോകസഭയിലെ ഉപനേതാവ്, അദ്ദേഹത്തിൻ്റെ പത്നി എവിടെയാണ് ഉള്ളത്? അദ്ദേഹം അട്ടാറി ബോർഡറിലൂടെ പാകിസ്ഥാനിൽ പോയി 15 ദിവസം താമസിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത്തരത്തിലുള്ള പാക് ബന്ധങ്ങൾ നിലനിർത്തുന്ന നേതാക്കന്മാർ നമ്മുടെ കൂടെ ഉള്ള. ഞാൻ പറഞ്ഞു വന്നത്, അരുണെ, ആരോട് എത്രത്തോളം കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും യുദ്ധം നടക്കുന്ന സമയത്ത് എന്നൊരു പ്രശ്നം നമ്മുടെയൊക്കെ പോലും മനസ്സിലുണ്ടായിരുന്നില്ലേ? കറക്റ്റ്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. 3 ദിവസം നമ്മുടെ പ്രതിരോധ വിദഗ്ധന്മാർ അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥന്മാർ നടന്ന കാര്യങ്ങൾ മുഴുവൻ ബ്രീഫ് ചെയ്തില്ലേ? ആർക്കാ സംശയം ഉണ്ടായിരുന്നേ? ഏത് ചോദ്യം ചോദിക്കാനും മാധ്യമപ്രവർത്തകർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ലേ? അത് ഞാൻ സമ്മതിക്കുന്നു. അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഒരു സമയമായിരുന്നില്ല. അത്യാവശ്യം വിശദീകരിക്കേണ്ടത് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. രാഷ്ട്രീയ വിശദീകരണങ്ങൾക്കുള്ള സമയമാകുന്നതേ ഉള്ളൂ. ശരി, സമ്മതിച്ചു. പക്ഷേ അതിനു മുൻപ് എന്തിനാണ് നിങ്ങൾ തിരങ്കയാത്രയുമായി പുറപ്പെടുന്നത്? അരുണെ, തെറ്റിദ്ധരിപ്പിക്കരുത്. ഈ തിരങ്കയാത്ര ദേശീയ പതാകയും ഏന്തി ഇന്ത്യയുടെ മുഴുവൻ ജനങ്ങളും അണിനിരക്കണം എന്നതാണ്. ഈ യുദ്ധം വിജയിപ്പിച്ച സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള തിരങ്കയാത്രകളാണ്. അതിൽ അർദ്ധ സൈനികർ ഞാനിന്ന് ഡൽഹിയിലൊക്കെ കണ്ടു, അർദ്ധ സൈനികർ പങ്കെടുക്കുന്നുണ്ട്.
റെഡ് ക്രോസുകാർ പങ്കെടുക്കുന്നുണ്ട്, NCCയുടെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്, ജനങ്ങൾ, സാമാന്യ ജനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നുള്ളവരുണ്ട്, എക്സ് സർവീസ്മെൻ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ പതാകയും ഏന്തിക്കൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ച് നാട്ടിൽ നടന്നാൽ അത് BJPയുടെ പ്രകടനമാകുമോ? അങ്ങനെ ചുരുക്കി കാണുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങള് വന്നിട്ടുള്ള ഒരു ദേശീയ എല്ലാവരും ഉണ്ട്. മറ്റന്നാൾ എറണാകുളം ടൗണിൽ സമാജത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവർ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട്. വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. അതിൽ BJPക്കാർ സ്വാഭാവികമാണ്. ഞങ്ങളുടെ ഒരു ധീര ദേശാഭിമാനത്തിന്റെ ഒരു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആഘോഷം പൊതുജനങ്ങൾ നടത്തണമെന്നോ ഒരു ആഹ്വാനം ഇതുവരെയും ചെയ്തിട്ടില്ലല്ലോ. അല്ല, BJP തീരുമാനിച്ചതാണ്. BJP പറഞ്ഞു, പ്രവർത്തകരോട് പറഞ്ഞു. അപ്പൊ BJPയുടെ പരിപാടിയാണ്. അതാണ് ഞാൻ ചോദിച്ചത്. അത് BJPയുടെ പരിപാടിയായി ചുരുക്കേണ്ടതുണ്ടായിരുന്നോ? അത് സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മളൊക്കെ കണ്ടതല്ലേ, മോക്ക് ഡ്രില്ലൊക്കെ നമ്മൾ ചെയ്തതല്ലേ, നമ്മൾ ബ്ലാക്ക് ഔട്ട് ഡ്രിൽ ചെയ്തതല്ലേ, അതിനുശേഷം വിജയം വരുന്നു, തിരങ്ക യാത്രയുമായി അല്ലെങ്കിൽ പതാക പിടിച്ച് പുറത്തിറങ്ങണം എന്നൊക്കെ പറയുന്നത് രാജ്യത്തിന്റെ ഒരു ഐക്യദാർഢ്യമാണ്. അത് പാകിസ്ഥാനിൽ ചെയ്യുന്നുണ്ട്, ചില ആളുകൾ ചില ഇടങ്ങളിൽ ചെയ്യുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ എന്റെ ചോദ്യം, രാഷ്ട്രീയ വിശദീകരണം നൽകാതെ BJP അതിനെ രാഷ്ട്രീയമായ പ്രചരണത്തിന് ഉപയോഗിക്കുന്നോ എന്നതാണ് എന്റെ ചോദ്യം. അരുണെ, കർണാടകത്തില് ബാംഗ്ലൂര് കോൺഗ്രസ്സുകാർ നടത്തിയിരുന്നില്ലേ? സിദ്ധരാമയ്യയും ശിവകുമാറും ഒക്കെ പങ്കെടുത്ത ഇത്തരത്തിലുള്ള റാലി നടന്നിരുന്നില്ലേ? ഞങ്ങൾ മാത്രമല്ല, ഈ ഇന്ത്യയുടെ വിജയത്തിൽ അഭിമാനിക്കുന്ന എല്ലാവരും അതിന് തയ്യാറാകുന്നുണ്ട്. എല്ലാവരും എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്. നുക്ക് ആൻഡ് കോർണർ ഓഫ് ദ കൺട്രി എന്ന് ഞാൻ പറയും. ശരി, എല്ലാ നഗരങ്ങളിലും എടുത്തു വരാം. CP ജോൺ നമുക്കൊപ്പമുണ്ട്, UDF പ്രതിനിധി, CMP നേതാവ്. CP ജോൺ, രാഷ്ട്രീയ വിശദീകരണത്തിന്റെ സമയമായിരുന്നില്ല, അതുകൊണ്ടാണ് വിശദീകരണം നൽകാത്തത്. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം, സർക്കാർ ഒളിച്ചോടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ആശങ്കകൾക്ക് എന്താണ് അടിസ്ഥാനമെന്നാണ് ചോദിക്കുന്നത്. മാത്രമല്ല, വിദേശകാര്യ മന്ത്രാലയവും വ്യത്യസ്ത സമയങ്ങളിലായി നമ്മളെ ബ്രീഫ് ചെയ്ത പ്രതിരോധ വക്താക്കളും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ലേ? അമേരിക്കയുടെ മധ്യസ്ഥതാവാദത്തെ തള്ളിയില്ലേ? ഇനി എന്താണ് അറിയേണ്ടത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. CP ജോൺ, ഇതിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജാഥ നടത്തിയതിൻ്റെ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എല്ലാ പാർട്ടികളും ജാഥ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പാർട്ടിയും ഇവിടെ പാളയത്ത് ഞങ്ങളാലാവുന്ന തരത്തിലുള്ളൊരു ധാരണ പോലെ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. നടക്കട്ടെ, അതൊന്നുമല്ല വിഷയം. ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ള 2-3 ആഴ്ചക്കാലമായിട്ടുള്ള പ്രോസസ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഇത്രയും നീചമായ ഒരു ടെററിസ്റ്റ് അറ്റാക്കുകളെല്ലാം നീചമാണ്. പക്ഷേ ആളുകളെ പിടിച്ചു നിർത്തി അവരുടെ പേരും ഊരും ചോദിച്ച് വെടിവെച്ച് കൊന്നിട്ട് വളരെ ഒരു പരുക്കും പറ്റാതെ രക്ഷപ്പെട്ടു പോയ ഒരു ടെററിസ്റ്റ് അറ്റാക്ക്. ആ ടെററിസ്റ്റ് അറ്റാക്ക് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. ആ ഘട്ടത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഉത്തരവാദിത്വത്തോടു കൂടി ഗവൺമെൻറ്റിനോട് പറഞ്ഞു, ഇതിന് നിങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ട്. കാരണം ഇവിടെ BJP, കോൺഗ്രസ് അല്ലെങ്കിൽ NDA, UP അങ്ങനെയൊന്നുമല്ല, അല്ല ഇന്ത്യ മുന്നണി ഒന്നുമല്ല. അത് LDF, UDF ഒന്നും വ്യത്യാസമില്ലാതെ പറഞ്ഞു തിരിച്ചടിക്കണം. ആ തിരിച്ചടി നടന്നു. ആ തിരിച്ചടി നടന്ന സന്ദർഭത്തിൽ AICC പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ടെല്ലാവരും വളരെ ഐക്യത്തോടു കൂടി നിന്ന് ഗവൺമെൻറ്റിനെ, നമ്മുടെ സൈനികരെ പിന്താങ്ങി. അപ്പോൾ ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ നല്ലൊരു എക്സാമ്പിളായിട്ടാണ് നമ്മൾ കണ്ടത്. കാരണം രാഷ്ട്രീയമായി ഒറ്റക്കെട്ടായി നിൽക്കുന്ന നമ്മുടെ ഭാരതത്തിൽ ആർക്കും കയറി അങ്ങനെ വെടിവെച്ച് കൊന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊരു സന്ദേശം കൊടുത്തു. അതിനുശേഷം കേണൽ ഖുറേഷിയും അവരുടെ സഹപ്രവർത്തകയും കൂടി രാഷ്ട്രത്തോടായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു, നമ്മൾ എയർ സ്ട്രൈക്ക് ചെയ്യാണ്, നമ്മൾ പാകിസ്ഥാൻ്റെ താവളങ്ങൾ ആക്രമിക്കുകയാണ്. രഹസ്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിർത്തികളിൽ നടക്കാറുള്ള സ്ക്രിമിഷസ് എന്ന് വിളിക്കാവുന്ന ഉന്തും തള്ളും ചെറിയ ചെറിയ വെടിവെപ്പുമല്ല. അപ്പോൾ ഓൾ ഔട്ട് വാർ, ഡിക്ലെയർഡ് വാർ അല്ലെങ്കിൽ പോലും ഡിക്ലെയർഡ് വാറിനോട് കടപിടിക്കാവുന്ന തരത്തിലുള്ള ഒരു നല്ല വ്യോമയുദ്ധം നടന്നു. അപ്പോൾ ആ വ്യോമയുദ്ധത്തിൽ ഏതൊക്കെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു, ആരൊക്കെ വെടിവെച്ചിട്ടു, അതൊന്നും ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല. അതൊക്കെ വാർ ഹിസ്റ്ററിയിൽ പുറത്ത് വരുന്ന സമയത്ത് വരട്ടെ, അതിനുള്ള സമയമല്ല.
അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അത് വളരെ ഭംഗിയായ തരത്തിൽ പാകിസ്ഥാൻ്റെ ഏറ്റവും മ്ലേച്ഛമായ ആക്രമണ സ്വഭാവത്തെയും ടെററിസത്തെ പിന്താങ്ങുകയും പോറ്റി വളർത്തുകയും ചെയ്യുന്ന രീതിയെയും ആക്രമിച്ചു. ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ ആക്രമിച്ചു. പക്ഷേ എവിടെയാണ് ട്വിസ്റ്റ് വന്നത്? ട്വിസ്റ്റ് വന്നത് എക്സ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറയുകയാണ്, ഇന്ന് അതായത് അന്നത്തെ ദിവസം 5 മണിക്ക് യുദ്ധം അവസാനിക്കുകയാണ്, ഞങ്ങളാണ് അതിന് മധ്യസ്ഥത വഹിച്ചത്. ഇവിടെയാണ് ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യം സംഭവിച്ചത്. ബാക്കി കാര്യങ്ങളിലൊന്നും തർക്കമില്ല. അപ്പോൾ അതിലേത് വിമാനം കേടുവന്നു, ഏത് വിമാനം തകർന്നു, അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. യുദ്ധത്തിൽ സൈന്യം പറഞ്ഞതുപോലെ അങ്ങനെ പല സംഭവങ്ങളുണ്ടാവും. ഇതിനെ സംബന്ധിച്ച്, വെടിനിർത്തലിനെ സംബന്ധിച്ച് മിസ്രി എന്ന് പറയുന്ന നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അതിനെ സംബന്ധിച്ചാണ് ചർച്ച ട്വിസ്റ്റ് വന്നത്. എന്താ ട്വിസ്റ്റ്? ഇവിടെ അമേരിക്ക ഇടപെട്ടോ ഇല്ലയോ? അപ്പോൾ അമേരിക്ക ഇടപെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അമേരിക്ക ആവർത്തിക്കുകയാണ്, അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ആവർത്തിക്കുകയാണ്, ഞാനാണ് ഇതൊക്കെ ചെയ്തത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയെങ്കിലും, ഞാൻ പ്രധാനമന്ത്രി എന്ന് പറയില്ല, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ രാജ്യരക്ഷാ മന്ത്രിയോ അതിനെ തള്ളിപ്പറയണമായിരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ക്ലാരിഫൈ ചെയ്യണമായിരുന്നു. പക്ഷേ രൺധീർ ജയ്സ്വാൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധി ഇന്നലെ മാധ്യമങ്ങളോട് പറയുമ്പോൾ ഇത് കൃത്യമായും ഡിനേ ചെയ്തിട്ടുണ്ട്. ഒരു വ്യാപാര ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, മൂന്നാം കക്ഷിയില്ല, പൊളിറ്റിക്കൽ ലീഡർ മൈ പോയിന്റ് ഇസ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പറഞ്ഞില്ല. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇതുവരെ രംഗത്ത് വന്നിട്ട് അതാണ് ചർച്ചാ വിഷയം. അപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഒളിച്ചിരിക്കുകയാണോ? ഇതാണ് മൗലികമായ ചോദ്യം. 1. 2, ഈ യുദ്ധം, ഈ കാര്യത്തിൽ അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ രാഷ്ട്രത്തോട് പറയാം, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക്, രാജ്യരക്ഷാ മന്ത്രിക്ക്, വിദേശമന്ത്രിക്കൊക്കെ പറയാം. ഇങ്ങനെ പറയുന്നതിനിടയിൽ വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ, 2 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് നടന്നത് അത് ഗവൺമെൻറ് നേരിട്ട് ചെയ്തതല്ല. പക്ഷേ മധ്യപ്രദേശിലെ ഒരു ഗവൺമെൻറ്റിലെ മന്ത്രി, മധ്യപ്രദേശ് BJP ഗവൺമെൻറ്റിലെ ഒരു മന്ത്രി ഖുറേഷിയെ മോശമായി, അതെ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, മന്ത്രി ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്ററാണ് അദ്ദേഹം, കേണൽ ഖുറേഷിക്കെതിരായി മോശമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ഇപ്പോൾ അയാൾ പറയുന്നു ഞാൻ 10 പ്രാവശ്യം മാപ്പ് പറയാം. പക്ഷേ BJP അതിനെ അപലപിച്ചിട്ടില്ല. BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമായിരുന്നു. 1. 2, വളരെ പേരും ഊരും ഇല്ലാത്ത ആൾക്കാരായിരിക്കാം. മിസ്രി എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എൻ്റെ സെക്രട്ടറി, അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും ഭയങ്കരമായ അറ്റാക്ക്, സൈബർ ബുള്ളിങ് നടക്കുകയാണ്. അതിനെ ഗവൺമെൻറ് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി അപലപിച്ചിട്ടില്ല. രാഷ്ട്രീയ ഭരണകക്ഷി അപലപിച്ചിട്ടില്ല. ഈ 2 വിഷയങ്ങൾക്ക് മറുപടി വേണം. ഞാൻ ഒന്ന് ഇടപെടുന്നു. സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ സമയത്തിന്റെ കുറച്ച് ശതമാനം മലപ്പട്ടത്തെ സംഘർഷം കൊണ്ടുപോയി. ഞാനൊന്ന് ഇടവേളയ്ക്ക് പോയതിനു ശേഷം മടങ്ങി വരാം. കുറ്റമായോ എന്നാണ് ചോദ്യം. അതിഥികളായി KVS ഹരിദാസ് BJP പ്രതിനിധി, CP ജോൺ CMP നേതാവും UDF പ്രതിനിധിയും, നിസാം സെയ്ദ് രാഷ്ട്രീയ നിരീക്ഷകൻ, ഡോക്ടർ നിതീഷ് നാരായണൻ SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, നിർമ്മൽ എബ്രഹാം വിദേശകാര്യ വിദഗ്ധൻ എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ. സമയപരിമിതി ഉള്ളതുകൊണ്ട് അതിഥികൾ സമയക്രമം പാലിച്ചു പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ നിതീഷ് നാരായണിലേക്ക് വരാം. KVS ഹരിദാസ്, CP ജോൺ ചോദിച്ച 3 ചോദ്യങ്ങളുടെയും ഉത്തരം അങ്ങേക്ക് അടുത്ത ഊഴത്തിൽ പറയാവുന്നതാണ്. 1, അമേരിക്കയുടെ മധ്യസ്ഥതാവാദത്തിന് രാഷ്ട്രീയമായ വിശദീകരണം നൽകാത്തത് എന്തുകൊണ്ട്? നമ്പർ 2, കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വിജയ് ഷോ എന്ന മധ്യപ്രദേശിലെ മന്ത്രി നടത്തിയ അധിക്ഷേപപരമായ പരാമർശത്തെ എന്തുകൊണ്ട് BJP നേതാക്കൾ അപലപിച്ചില്ല? 3ാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, വിക്രം മിശ്രിക്കെതിരെ ചില പ്രത്യേക കോർണറുകളിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെ, സൈബർ ആക്രമണത്തെ എന്തുകൊണ്ട് സർക്കാർ പ്രതിരോധിച്ചില്ല? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അങ്ങേക്ക് അടുത്ത റൗണ്ടിൽ നൽകാം. ഡോക്ടർ നിതീഷ് നാരായണൻ നമുക്കൊപ്പം ചേരുന്നു, SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്. ഡോക്ടർ നിതീഷ് നാരായൺ, KVS ഹരിദാസ് പറയുന്നതും BJP നേതാക്കൾ പറയാൻ ശ്രമിക്കുന്നതും ഈ ഘട്ടത്തിൽ സൈന്യത്തോടൊപ്പം നിലയുറപ്പിക്കുക, കാരണം ഓപ്പറേഷൻ സിന്ദൂർ ഒരു പൂർണ്ണമായ സൈനിക നടപടിയായിട്ടില്ല, അത് പൂർണ്ണമായിട്ടില്ല. ഇപ്പോഴും നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളൊന്നും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. സൈനികമായി ഒരു വെടിനിർത്തൽ മാത്രമേ നിലവിൽ വന്നിട്ടുള്ളൂ. നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രതിപക്ഷ നീക്കം ശരിയാണോ? ഡോക്ടർ നിതീഷ് നാരായൺ.
ഈ ഘട്ടത്തിൽ മാത്രമല്ല, ഈ സംഘർഷം ആരംഭിച്ചത് മുതൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പരിപൂർണമായിട്ടും ഈ ഓപ്പറേഷന്റെ സമയത്ത് യാതൊരു തരത്തിലുള്ള അവസരവും ഇന്ത്യയിലെ പ്രതിപക്ഷം ഉയർത്തിയിട്ടില്ല. നേരത്തെ CP ജോൺ സംസാരിക്കുമ്പോൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴെന്താണ് പ്രശ്നം? ഇപ്പോഴുള്ള പ്രശ്നം വെടിനിർത്തൽ നിലവിൽ വന്നു കഴിഞ്ഞു. സമാധാനത്തിന്റെ ഒരു പാതയിലേക്ക് രാജ്യം കടന്നു കഴിഞ്ഞു. അതിന്റെ പ്രോസസ്സുകൾ നടക്കുന്നു. അപ്പോ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തീർച്ചയായും അറിയേണ്ടതായിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നേരത്തെ ചിലത് സൂചിപ്പിച്ചു. അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്താണ്, ഈ ഘട്ടത്തിൽ ആളുകൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, 26 ആളുകൾ കൊല്ലപ്പെട്ട ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ നടന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പലതരത്തിലുള്ള സംശയങ്ങൾ, ചോദ്യങ്ങൾ രാജ്യത്ത് ഉയർന്നിട്ടുണ്ട്. അതിനുള്ള മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. 2, ഈ ഭീകരവാദികൾ, അതായത് രാജ്യത്തിന്റെ അതിർത്തി കടന്ന് കിലോമീറ്ററുകളോളം വന്ന് പെഹൽഗാമിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം അവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പലപ്പോഴും ഈ പറയുന്നത് പോലെ വാഹനങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു പ്രദേശത്ത് വന്ന്, അതും ഓരോ 100 മീറ്ററിലും സൈന്യത്തെ വിന്യസിച്ചിരുന്ന ഒരു പ്രദേശത്ത് വന്ന് 26 ആളുകളെ, ഒരു നേപ്പാളിൽ നിന്ന് വന്ന ടൂറിസ്റ്റ് ഉൾപ്പെടെ 26 ആളുകളെ കൊന്ന ഭീകരർ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം, ആ അന്വേഷണം എവിടെ എത്തി എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉണ്ട്. ഇതൊന്നും ഉത്തരം കിട്ടാത്തതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്താണ് ഇതിൽ ട്രംപിന്റെയും അമേരിക്കയുടെയും താല്പര്യം? എന്താണ് ഇടപെടൽ എന്നുള്ളതാണ്. അപ്പൊ അതിന് മറുപടി പറഞ്ഞത് വിദേശകാര്യ മന്ത്രാലയത്തിലെ വക്താവ്, അദ്ദേഹം അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്, വിദേശകാര്യ സെക്രട്ടറിയുടെ ഒക്കെ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഇതിന്റെ വിഷയം എന്താണ്? കാരണം ലോകത്ത് ഭീകരതക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയല്ല ഇന്ത്യയുടെ മാതൃക എന്ന് പറയാനുള്ള ഒരു രാഷ്ട്രീയ ധൈര്യം, ഇച്ഛാശക്തി ഇന്ത്യ കാണിക്കണ്ടേ? ലോകത്ത് ഭീകരതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അമേരിക്കയാണോ ഇടപെട്ടിട്ടുള്ളത്? എന്താ അമേരിക്കയുടെ സംഭാവന? 20 വർഷമാണ് താലിബാനെ തകർക്കാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തിട്ടുള്ളത്. ആ അഫ്ഗാനിസ്ഥാൻ തകർന്നു. പക്ഷേ 20 വർഷത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ആ അഫ്ഗാനിസ്ഥാന് താലിബാന് തന്നെ നൽകിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഭീകരതക്കെതിരായിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞിട്ടല്ലേ ഇറാഖിലേക്ക് കടന്നു കയറിയിട്ടുള്ളത്? എന്തായിരുന്നു അതിന്റെ ഉൽപ്പന്നം? അവിടെ ISIS-നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലിബിയ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ തകർത്ത അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ലോകത്ത് ഭീകരതക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയല്ല ലോകത്തിന്റെ മാതൃക. അമേരിക്ക സർവനാശം മാത്രമാണ് ലോകത്ത് വിതച്ചിട്ടുള്ളത്. അതല്ല ഇന്ത്യയുടെ മാതൃക എന്ന് പറയാനുള്ള ഇച്ഛാശക്തി എന്തേ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം കാണിക്കുന്നില്ല? ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു ബാലൻസ് ഓഫ് പവർ സമവാക്യം ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഇന്ത്യക്ക് പരോക്ഷമായെങ്കിലും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയെ ഈ സാഹചര്യത്തിൽ നയതന്ത്രപരമായി പിണക്കുക സാധ്യമാണോ നിതീഷ്? അങ്ങനെയാണെങ്കിൽ ഇതേ ട്രംപാണ് 2018 മറ്റൊരു പ്രസ്താവന നടത്തിയത്. എന്തായിരുന്നു ആ പ്രസ്താവന? 15 വർഷത്തിനിടയിൽ $33 ബില്യൺ അമേരിക്ക പാകിസ്ഥാനിൽ ചെലവഴിച്ചിട്ടുണ്ട്. അതായത് ട്രംപിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ഭരണകൂടങ്ങൾ ഉൾപ്പെടെയുള്ളവർ 33 ബില്യൺ പാകിസ്ഥാനിൽ ചെലവഴിച്ചു. അതിന്റെ ഉൽപ്പന്നമായിട്ട് അവിടെ ടെററിസമാണ് ഉണ്ടായത്, അവിടെ നുണകളാണ് ഉണ്ടായത് എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇതേ ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഈ പെഹൽഗാം അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി കജോ മുഹമ്മദ് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്തില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? ശരിയാണ്, US-ന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ പിന്നെ ഈ രാജ്യത്തെ തന്നെ തകർക്കുന്ന നിലയിലേക്ക് വളർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇന്ത്യ ആ പ്രസ്താവനയെ തുറന്നിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനും എങ്ങനെയാണ് ഈ മേഖലയിൽ സംഘർഷം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ഇടപെട്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രസ്താവന നടത്താൻ പോലും ഇന്ത്യ തയ്യാറായില്ല. ആ രാജ്യമാണ്, ഏത് രാജ്യം? ഈ മേഖലകളിൽ സംഘർഷം ഉണ്ടാക്കാൻ, ഭീകരവാദികളെ ഉൽപ്പാദിപ്പിക്കാൻ, അതിനെ സ്പോൺസർ ചെയ്യാൻ, അതിനെ ഫിനാൻസ് ചെയ്യാൻ ഇടപെട്ട അമേരിക്കയാണ് ഇപ്പോ ഈ പറയുന്ന ലോകത്ത് ഇതിന്റെ ഞങ്ങളാണ് മധ്യസ്ഥ വഹിച്ചത് എന്നുള്ളൊരു വീമ്പ് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിന് മറുപടി നൽകുക എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തോട് നമ്മൾ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തമല്ലേ? മറ്റൊരു വിഷയം അതോടെ കഴിഞ്ഞോ? ഇല്ല. മറ്റൊന്ന്, എന്താ ഇത്രയും നാളായിട്ട് ഈ സംഘർഷത്തിൽ ഇരകളായിട്ടുള്ള, ഇതിന്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, വീട് തകർക്കപ്പെട്ടില്ല എത്ര ആളുകളുണ്ട് അതിർത്തി ഗ്രാമങ്ങളിൽ? എന്തുകൊണ്ട് ഇന്ത്യൻ നേതൃത്വത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂട്ടി അവരെ സന്ദർശിക്കാൻ, ആ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ
നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക്, ഞങ്ങൾക്കറിയാം ശ്രീനഗറിൽ നിന്ന്, പഠാൻകോട്ടിൽ നിന്ന്, ഈ പറയുന്ന ചണ്ഡീഗഡിൽ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് കേരളത്തിലേക്ക് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ അവരുടെ തുടർ വിദ്യാഭ്യാസം എന്താണെന്ന് പോലും അറിയാത്ത സാഹചര്യത്തിൽ അവർക്ക് വരേണ്ടി വന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ എന്താ ഇടപെടാൻ വേണ്ടി പറ്റുന്നില്ല? ഈ ജനങ്ങളെ കാണാൻ പറ്റുന്നില്ല. തീർന്നിട്ടില്ല. ശരിയാണ്, നോർമൽസിയിലേക്ക് തിരിച്ചു വരുന്നതേയുള്ളൂ. നിങ്ങൾ ഇതൊന്ന് താങ്കൾ സൂചിപ്പിച്ച ആദ്യത്തെ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയ്ക്ക് ഒരു രാഷ്ട്രീയ മറുപടി കൊടുക്കാനുള്ള കരുത്ത് ഈ സർക്കാർ കാണിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ നിതീഷ് നാരായൺ, നമുക്കൊപ്പം നിർമ്മൽ എബ്രഹാം ഉണ്ട്, വിദേശകാര്യ വിദഗ്ധൻ. നിർമ്മൽ എബ്രഹാം, ഇതാണ് CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നെറേറ്റീവും ഇതാണ്, പ്രതിപക്ഷവും ഉയർത്തുന്ന ഒരു കാര്യം ഇതാണ്. നിലവിൽ 1949 കറാച്ചി എഗ്രിമെന്റിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടന ഈ വിഷയത്തിൽ ഇടപെടാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല. മറ്റൊരു മൂന്നാമത്തെ കക്ഷിയെ ഇന്ത്യ പാക് ബന്ധത്തിൽ കാശ്മീർ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല. അതെപ്പോഴും എല്ലാ കാലത്തും ഒരു ഉഭയകക്ഷി വിഷയമായിരുന്നു. സിംല കരാറിൽ നമ്മളത് കൃത്യമായി എഴുതി ചേർത്തതുമാണ്. അതിനെ ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റും മാർക്ക് റൂബിയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതിലൊരു വ്യക്തത രാഷ്ട്രീയ നേതൃത്വം നൽകേണ്ട സാഹചര്യമുണ്ടോ? നമ്പർ 1 നിർമ്മൽ എബ്രഹാം. നമ്പർ 2, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ, വെസ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി ഡേർട്ടി പണി ചെയ്തതാണ് ഞങ്ങളെന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാഹചര്യത്തിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെ വിമർശിക്കുന്നത് രാഷ്ട്രീയമായി യുക്തിയാകുമോ? നിർമ്മൽ എബ്രഹാം. ഇതിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടലിനെ കുറിച്ച് പറയുമ്പം അത് 100% ക്രെഡിറ്റും ട്രംപിന് കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതിന് നമ്മൾ കോണ്ടെക്സ്റ്റ് നോക്കി അറിയാൻ പറ്റും. ട്രംപിൻ്റെ രീതി, ട്രംപ് എന്തുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരുപക്ഷെ പ്രോട്ടോക്കോൾ തെറ്റിച്ചു പോലും ആദ്യമേ കയറി ട്വിറ്ററിൽ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കി അറിയാം. ആദ്യത്തെ ടേമിൽ 2016 തൊട്ട് 20 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു യുദ്ധം പോലും തുടങ്ങിയിട്ടില്ല. 21-ാം നൂറ്റാണ്ടിൽ യുദ്ധം തുടങ്ങാത്ത ഒരേ ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് താൻ എന്ന് പറഞ്ഞാണ് 2024 മൊത്തം പ്രചരണം നടത്തി. മിഷിഗൻ പോലുള്ള മുസ്ലിം പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്സിൽ പോലും പലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാം, റഷ്യ യുക്രൈൻ യുദ്ധം നിങ്ങൾ കണ്ണു തുറന്ന് എണീക്കുമ്പോഴത്തേക്ക് അവസാനിക്കും എന്ന് പ്രചരിപ്പിച്ചാണ് അദ്ദേഹം പ്രസിഡന്റ് ആയത്. ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ള നാണക്കേടുകൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത്, റഷ്യ യുക്രൈൻ യുദ്ധം അതുപോലെ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം വീണ് കിട്ടിയ ഒരു സുവർണ അവസരമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അതിൽ ട്രംപിൻ്റെ രീതിക്ക് എന്ന് പറഞ്ഞാൽ ഒരു PR വിന്നാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ആദ്യമേ കയറി അത് പറഞ്ഞത്. അതുകൊണ്ട് അതിൽ 100% ക്രെഡിറ്റും ട്രംപിനല്ല എന്ന് ഞാൻ പറയാൻ കാര്യം, നമ്മൾ സാഹചര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മിലിറ്ററി എക്സ്പേർട്സും ഡിഫൻസ് എക്സ്പേർട്സും പറയുന്ന കാര്യമാണ്, പാകിസ്ഥാന് ഇതേ നിലയിൽ മറ്റൊരു സപ്പോർട്ടും ചൈനയോ മറ്റാരും ഇൻഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മൂന്നാഴ്ചയ്ക്കപ്പുറം ഇത്തരത്തിലുള്ള ഇൻറ്റൻസിറ്റിയിൽ ഒരു വാർ ഇന്ത്യയുമായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞതാണ്. രണ്ടാമത്തെ കാര്യം, ഇന്റേണലി നടക്കുന്ന ഇഷ്യൂസ് താങ്കൾ തന്നെ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ബലോചിസ്ഥാനിൽ പ്രശ്നങ്ങൾ നടക്കുന്നു. ഏകദേശം ഈ വർഷം തന്നെ 171 അറ്റാക്കുകൾ, കഴിഞ്ഞ 4 വർഷം കൊണ്ട് 600ഓളം കൊലപാതകങ്ങൾ. ഇപ്പോഴത്തെ ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി അവർ ഇൻഡയറക്ട്ലി സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതൊരു വശത്ത്. സിന്ധ് മേഖലയിൽ സിന്ധു ദേശത്തിന് വേണ്ടി JSMM എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഫൈറ്റ് ചെയ്യുന്നു. മറ്റൊരു വശത്ത് തെഹ്രീക്ക് ഇ താലിബാനോടെ പോലീസ് സ്റ്റേഷനുകൾ തകർക്കുന്നു, മിലിറ്ററി ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്യുന്നു. PTI എന്ന് പറഞ്ഞ ഇമ്രാൻഖാൻ്റെ പാർട്ടി പ്രൊട്ടസ്റ്റുകൾ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ അവസരം നോക്കിയിട്ട് സ്വന്തം കോalitionൻ്റെ ഭാഗമായിട്ടുള്ള പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി PPP പാർട്ടി പോലും ഇവരെ ഷഹബാസ് ഷെറീഫിനെ കുറ്റം പറയാൻ തുടങ്ങിയിരിക്കുന്നു, ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇതൊന്നും കൂടാതെ ഇൻറ്റേർണലി അവർ ഫേസ് ചെയ്യുന്ന കടത്തിൻ്റെ പ്രശ്നം, കറണ്ടിൻ്റെ പ്രശ്നം, വെള്ളത്തിൻ്റെ പ്രശ്നം, വിലക്കയറ്റത്തിൻ്റെ പ്രശ്നം, ഇതെല്ലാം നിലനിൽക്കെ ഇന്ത്യ പോയി കാല് പിടിക്കേണ്ടി വന്നു എന്നൊരു നറേറ്റീവ് ഞാൻ വിശ്വസിക്കുന്നില്ല. കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നടന്നില്ലെങ്കിൽ, ട്രംപ് ഇടപെട്ടില്ലെങ്കിൽ പോലും ഒരു പക്ഷേ ഈ യുദ്ധം ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അവസാനിച്ചേനെ എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ടാണ് 100% ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. പക്ഷേ ട്രംപ് ചെയ്തത് അദ്ദേഹത്തിന് PR വിന്നാണ്. രണ്ടാമത്തെ ചോദ്യം, എനിക്ക് തോന്നുന്നു ഈ സമയത്ത് അമേരിക്കയെ പിണക്കുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും അല്ല. താങ്കൾ പറഞ്ഞ കൃത്യമായിട്ടുള്ള പോയിന്റാണ്. കാരണം ഇപ്പോൾ പാകിസ്ഥാനുള്ള ബന്ധം നോക്കിയാൽ പാകിസ്ഥാൻ സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പ്രസീവായിട്ടൊരു സ്ഥലത്താണ്. കാരണം ലോകത്തെ 2ാമത്തെ വലിയ എക്കോണമി ആയിട്ടുള്ള ചൈന, അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവും ലോകത്തെ 2ാമത്തെ വലിയ എക്കോണമി ആയിട്ടുള്ള ചൈനയുടെയും ലോകത്തെ 4ാമത്തെ വലിയ എക്കോണമി ആയിട്ടുള്ള ഇന്ത്യയുടെയും കറക്റ്റ് ഒത്ത നടുക്ക് ഇരിക്കുന്നൊരു സ്ഥലം. ആ സ്ഥലത്തെ പാകിസ്ഥാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ചൈന പാകിസ്ഥാന് മേൽ കൺട്രോൾ ഉപയോഗിച്ച് ആ ഏരിയ പിടിച്ചടക്കാതിരിക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാനെ പ്ലീസ് ചെയ്തുകൊണ്ട് നിർത്തുന്നത്. നാളെ ഒരുപക്ഷെ ഉപയോഗിക്കാൻ പോകുന്നത് 15-20 വർഷത്തിന് ശേഷം ഒരുപക്ഷെ ഇന്ത്യ ഒരു സൂപ്പർ പവർ ആയിട്ട് മാറിയ ഇന്ത്യയെ ന്യൂട്രലൈസ് ചെയ്യാനും പാകിസ്ഥാനെ അവർക്ക് വേണം. മാത്രമല്ല അഫ്ഗാനിലൊക്കെ ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനെ വളർത്തുകയും പിന്നീട് തളർത്തുകയും ചെയ്യുന്നൊരു അമേരിക്കയുടെ രീതിയുണ്ട്. ആ സമയത്തൊക്കെ ISIയുടെ സ്വഭാവം അവരെ പലപ്പോഴും ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. കാരണം ISI ഒരു വശത്ത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ലഷ്കർ ഇ തൈബയും ജയ്ഷ് ഇ മുഹമ്മദിനെയൊക്കെ ഇൻഫർമേഷൻ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നു. മറുവശത്ത് അമേരിക്കയെ 2001 അറ്റാക്കിന് ശേഷം അൽ ഖായദയെ സഹായിക്കുന്നു,
ഈ അടുത്ത് തന്നെ പാകിസ്ഥാൻ ഈ താലിബാനുമായിട്ടുള്ള പീസ് ടോക്സിന് സഹായിക്കുന്നു. അപ്പം അമേരിക്കയ്ക്ക് എപ്പോഴും പാകിസ്ഥാന് ആവശ്യമുണ്ട്. ഇന്ത്യയുടെ പ്രശ്നം എന്താ? ഇന്ത്യക്ക് ഇപ്പം ഈ വാറ് ഇന്ത്യ പറഞ്ഞാൽ പാകിസ്ഥാൻ കേൾക്കുകയില്ല, ചൈന പറഞ്ഞാൽ കേൾക്കും, പക്ഷേ ചൈന പറയുമോ ഇല്ല. ഇന്ത്യയുടെ എക്കാലത്തെ രക്ഷകനായിട്ടുള്ള റഷ്യ അവരുടേതായ പ്രശ്നത്തിൽ പെട്ട് കിടക്കുന്നു. അങ്ങനെയുള്ളപ്പം ബാക്കി വരുന്ന ഒരേ ഒരു അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഒരു സാഹചര്യത്തിൽ പറ്റില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സാഹചര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒന്ന്, ഇന്ത്യക്ക് ഒരു ടിപ്പിംഗ് പോയിൻ്റ് ആണ്. അമേരിക്ക നമ്മളുമായിട്ട് അടുത്തുകൊണ്ട് വരുന്ന ഒരു സമയം, ഒരു ട്രേഡ് ഡീൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന സമയം, ടാരിഫ്സിൽ നമുക്ക് അയവ് തന്ന സമയം, അതേപോലെ ഡിഫൻസ് ഡീലുകൾ നിരവധി, സൂയിസൈഡ് ഡ്രോണുകൾ, ജെറ്റ് എഞ്ചിനുകൾ, മിലിറ്ററി എക്യുപ്മെൻറ്റ്സ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റേഡാറുകൾ, ഇതെല്ലാം തരാൻ ഡീലുമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള നിൽക്കുന്ന സാഹചര്യത്തിലും റഷ്യ ഇപ്പോൾ അവിടെ പെട്ട് കിടക്കുന്ന സാഹചര്യത്തിലും അമേരിക്കയെ വെറുപ്പിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു ന്യൂട്രൽ പെർസ്പെക്റ്റീവ് പറയാം. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമല്ല. നമ്മൾ ചില കാര്യങ്ങളിൽ ലക്ഷ്യവും മാർഗവും തമ്മിൽ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഔട്ട്കം നോക്കിയാൽ പോരെ. ഇതായിരുന്നില്ലേ നമുക്ക് ഈ പ്രതിപക്ഷ പാർട്ടികൾക്കുൾപ്പെടെ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഉള്ള സാധാരണക്കാർക്ക് വേണ്ടിയിരുന്നത് യുദ്ധം വലിയ പോറലില്ലാതെ ഒരാൾ പോലും മരിക്കാതെ അവസാനിപ്പിക്കണം. അതിനുശേഷം ഓപ്പറേഷൻ കെല്ലർ പോലെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനെതിരെയും അവരുടെ ക്യാമ്പുകൾക്കെതിരെയും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കാനുമായിട്ട് മുന്നോട്ട് പോകണം. പക്ഷേ ഒറ്റ ഒരു വീഴ്ച പറ്റിയത്, 2 വീഴ്ചകൾ. തുടക്കത്തിൽ വന്ന സെക്യൂരിറ്റി വീഴ്ചയാണ് തീർച്ചയായിട്ടും അത്. കാരണം CP ജോൺ പറഞ്ഞ പോലെ ടെററിസ്റ്റുകൾ ആളുകളെ നിരത്തിപ്പിടിച്ച് പേര് ചോദിച്ച് മതം ചോദിച്ചൊക്കെ ചെല്ലണമെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഡിഫൻസ് വരുമെന്നോ ഒരു റിട്ടാലിയേഷൻ വരുമെന്നോ ഒരു ഭയം പോലും ഇല്ല. അത്ര ഫ്രീ ആയിട്ട് നിന്ന് അവർ അത്രയും ചെയ്തെങ്കിൽ അതൊരു ഇൻ്റലിജൻസ് വീഴ്ചയും സെക്യൂരിറ്റി വീഴ്ചയാണ്. മറുവശത്ത് ഈ നടത്തിയിട്ട് പോയവരെ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവർ താടിയും മുടിയും വെട്ടി രൂപവും ഭാവവും മാറി ചിലപ്പോൾ ലോക്കൽ ക്രൗഡിനോടൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കാണും. അതല്ലെങ്കിൽ രക്ഷപ്പെടാൻ അവിടെ ലോക്കൽ ഇൻഫോർമൻസ് കാണും, അതല്ലെങ്കിൽ ലോക്കൽ ആൾക്കാർക്ക് പേടി കാണും. എന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മിലിറ്ററി ഇറക്കിയിട്ടും നമ്മുടെ കശ്മീർ പോലീസ് ഇറങ്ങിയിട്ടും നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇറങ്ങിയിട്ടും ഇത്രയും നാൾ പിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വീഴ്ചയാണ്. യെസ്, ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. എനിക്കറിയാം നിസാം, ഞാൻ അങ്ങയിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേള. പഹൽഗാമിന് ശേഷം ഇന്ത്യ പാക് സംഘർഷത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരമായോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഞാൻ നിരീക്ഷകൻ ശ്രീ നിസാം സെയ്ദിലേക്ക് വരാം. നിസാം സെയ്ദ്, വളരെ വൈകിപ്പോയി. നമ്മളുടെ ഇടയ്ക്ക് മലപ്പട്ടം സംഘർഷത്തിലേക്ക് പോയതുകൊണ്ടാണ് അല്പം വൈകിയത്. എങ്കിലും അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഈ സാഹചര്യത്തിൽ? നേരത്തെ ഇവിടുത്തെ വിദേശകാര്യ വിദഗ്ധൻ പറഞ്ഞതുപോലെ, CP ജോൺ സൂചിപ്പിച്ചതുപോലെ വീഴ്ചകളൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ KVS ഹരിദാസ് പറയുന്ന ഒരു പോയിന്റ് വളരെ പ്രസക്തമല്ലേ? ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഇപ്പോഴും അപൂർണമായിരിക്കുന്ന ഒരു മിലിറ്ററി ഓപ്പറേഷൻസിനിടയിൽ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ രാഷ്ട്രീയമായി ആവശ്യപ്പെടുന്നതിന് യുക്തിയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അരുൺ, ഈ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്കറിയാം. ഏറ്റവും നിന്ദ്യവും നീചവുമായ ഒരു ഭീകരാക്രമണം നടക്കുന്നു. ആ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് നാം ന്യായമായും ലോകത്തോട് പറയുന്നു. ആ പാകിസ്ഥാൻ്റെ പങ്കിനെതിരെ ശക്തമായ തിരിച്ചടിവ് കൊടുക്കണമെന്ന് ഇന്ത്യയിൽ പൊതുവായ വികാരമുണ്ടാകുന്നു. അതനുസരിച്ചുള്ള നടപടികൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്നു. ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും പ്രതിപക്ഷ കക്ഷികളും ഇന്ത്യയിലെ പൊതുസമൂഹവും സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികൾക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇന്ത്യ ഒരേ ശബ്ദമായി, ഒരേ വികാരമായി ഇന്ത്യൻ സൈന്യത്തിൻ്റെ പിന്നിൽ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പിന്നിൽ അണിനിരക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ വെടിനിർത്തലിന് ശേഷം എന്താണ് ഈ വെടിനിർത്തലിന് ശേഷം സംഭവിച്ചത്, ഈ യുദ്ധകാലത്ത് സംഭവിച്ചതെന്ന് ചോദിക്കും. ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാഭാവികമായും അവകാശമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഏത് യുദ്ധത്തിലും ഏത് സൈനിക നടപടികളിലും 3 സന്ദേശങ്ങൾ വളരെ പ്രധാനമായും കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, ഈ ശത്രു രാജ്യത്തിനെതിരെ നമ്മൾ ശക്തമായ ഒരു സന്ദേശം കൊടുക്കും. ഇവിടെ പാകിസ്ഥാന് ഇന്ത്യ ഇനി ഭീകരാക്രമണത്തെ കയ്യും കെട്ടി നോക്കി നിൽക്കലെന്നും പാകിസ്ഥാൻ്റെ മണ്ണിൽ അത് തർക്കപ്രദേശത്ത് മാത്രമല്ല, ഇത്രയും നാളും എല്ലാ സൈനിക നടപടികളും എടുത്തിരുന്നത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ മാത്രമാണ്. ഇതിപ്പോൾ പഞ്ചാബിലും പാകിസ്ഥാൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭീകര കേന്ദ്രങ്ങളിലും നാം ആക്രമിക്കാൻ തയ്യാറാണ് എന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുന്നു. അവരുടെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു. അങ്ങനെ കൃത്യമായും ഒരു മിലിറ്ററി മെസ്സേജ് പാകിസ്ഥാന് കൊടുക്കുവാൻ ഈ യുദ്ധത്തിന് കഴിഞ്ഞു. ആ നിലയിൽ ഈ യുദ്ധം വലിയൊരു വിജയമാണ്. രണ്ടാമതായി, നമ്മൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നൊരു മെസ്സേജുണ്ട്. ആ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് നമ്മൾ ഭീകരവാദത്തിൻ്റെ ഇരകളാണ്. ആ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനെ അതുകൊണ്ട് ഒറ്റപ്പെടുത്തേണ്ടത് ഭീകരതയ്ക്കെതിരെയുള്ള ആഗോള യുദ്ധത്തിൻ്റെ ആഗോള നീക്കങ്ങളുടെ ഭാഗമാണ്. അതിന് അന്താരാഷ്ട്ര സമൂഹം നമുക്ക് പിന്തുണ നൽകണം എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകേണ്ടിരുന്നത്. പക്ഷേ അത്തരം ഒരു സന്ദേശം നൽകാൻ നമുക്ക് കഴിഞ്ഞോ? നമുക്കറിയാം, മെയ് മാസം 6-ാം തീയതി നടന്ന UN സെക്യൂരിറ്റി കൗൺസിൽ, പാകിസ്ഥാനും അതിൽ സ്ഥിരാംഗമല്ലെങ്കിൽ കൂടി അംഗമാണ്, ആ സെക്യൂരിറ്റി കൗൺസിൽ യോഗം ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. പക്ഷേ അതിനുശേഷം 7-ാം തീയതി സൈനിക നടപടി ആരംഭിക്കുന്നു.
9-ാം തീയതി $2.3 ബില്യൺ പാകിസ്ഥാന് IMF വായ്പയായി നൽകുന്നു. നമുക്ക് കൃത്യമായി അറിയാം പാകിസ്ഥാൻ ഈ തുക ചെലവഴിക്കുന്നത് അവരുടെ മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, ഇന്ത്യക്കെതിരെയുള്ള ഭീകരതയെ വളർത്താൻ വേണ്ടിയാണ്. ആ പണം അവർക്ക് നൽകരുത് എന്നുള്ള ഒരു പൊതുവികാരം ഉണ്ടാക്കുവാൻ, അത്തരം ഒരു കോൺസെൻസസ് സൃഷ്ടിക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞോ? ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് ഫെയിലിയർ അല്ലേ അത് തടയാൻ, അത് ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ ഇത്തരം സാമ്പത്തിക സഹായങ്ങൾ നിർത്തിവെക്കേണ്ടതുണ്ട് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ ധരിപ്പിക്കുന്നതിന് ഇന്ത്യക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? മാത്രമല്ല ചൈനയ്ക്ക് അനുകൂലമായി പാകിസ്ഥാൻ അനുകൂലമായി പല രാജ്യങ്ങളും പരസ്യമായി രംഗത്ത് വന്നു. ചൈന രംഗത്ത് വന്നു, അസർബൈജാൻ രംഗത്ത് വന്നു, തുർക്കി രംഗത്ത് വന്നു, മലേഷ്യ രംഗത്ത് വന്നു. പക്ഷെ നമുക്ക് അനുകൂലമായി പരസ്യമായി ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പാകിസ്ഥാനെ കൃത്യമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് നമുക്ക് അനുകൂലമായി മാത്രമല്ല പാകിസ്ഥാനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യവും വലിയ പാക്കേജിന്റെ 2ാം ഗഡുവാണിത്. അത് ആദ്യമായി കൊടുക്കുന്നതല്ല, നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. അത് എതിർക്കണമെങ്കിൽ നമ്മൾ റെപ്രസെന്റേറ്റീവിനെ മാറ്റി. അതെന്തുകൊണ്ട് തടയാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല? അത് ഈ സംഘർഷം നടന്നുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും അനുവദിക്കാൻ കഴിയില്ല എന്നൊരു വിജയകരമായ നിലപാടിലേക്ക് എത്താൻ ഇന്ത്യക്ക് എന്തുകൊണ്ട് കഴിഞ്ഞു? അതൊരു ഡിപ്ലോമാറ്റിക് ഫെയിലിയർ അല്ലേ? അതുപോലെ തന്നെ മൂന്നാമതായി ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഓഡിയൻസിന് കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട്. അതായത് കാശ്മീരിൽ ഇനി ഭീകരപ്രവർത്തനം ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഇന്ത്യൻ സർക്കാരിന് ഈ നടപടിയിലൂടെ കഴിയും എന്നുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിൻ്റെ അവകാശവാദങ്ങളെ, കാശ്മീരിൽ നിന്നും തീവ്രവാദത്തെ ഞങ്ങൾ തുടച്ചു നീക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ അവകാശവാദങ്ങളെ വിശ്വസിച്ച് കാശ്മീരിലെത്തിയ 26 നിരപരാധികളാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. അതിന് തീർച്ചയായും സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അതിൻ്റെ അക്കൗണ്ടബിലിറ്റിയിൽ യാതൊരു കാര്യവും ഈ ചോദ്യങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഇത്രയധികം ഇന്ത്യൻ മിലിറ്ററി വിജയകരമായി നിൽക്കുന്ന ഇന്ത്യൻ മിലിറ്ററി പാകിസ്ഥാൻ മിലിറ്ററിക്ക് മേൽ വളരെ ഉന്നതമായ വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ, ഇന്ത്യക്ക് നിർണായകമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു വെടിനിർത്തലിലേക്ക് സ്വാഭാവികമായി പോയതെന്നുള്ളതാണ്. ഇന്ത്യൻ മിലിറ്ററിക്ക് വളരെ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുന്നു. അത് സ്വാഭാവികമായും നമ്മൾ എത്തിച്ചേരുന്നത് ട്രംപിന്റെ പ്രസ്താവനയിലാണ്. യുദ്ധത്തിൽ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒറ്റ കാര്യം കൂടി ഞാൻ ഓരോ മിനിറ്റ് ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. നിസാം, KVS ഹരിദാസ്, വളരെ പെട്ടെന്ന് അങ്ങേക്ക് മറുപടി പറയാൻ കഴിയുന്നതിന് മറുപടി പറയുക. അതിൽ CP ജോണിൻ്റെ ചോദ്യമാണ്, മറ്റു വിഷയങ്ങളിൽ നിന്ന് മാറി നിർത്തിയാൽ ഈ വിഷയത്തിൽ, അതായത് കേണൽ സോഫിയ ഖുറേഷിയെ അപമാനിച്ച വിജയ് ഷാ എന്ന മധ്യപ്രദേശിലെ മന്ത്രിക്കെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചു BJP? വിക്രം മിശ്രയെ പിന്തുടർന്ന് സൈബറിടത്തിൽ ആക്രമിച്ചവർക്കെതിരെ ശക്തമായ ഭാഷയിൽ അപലപിക്കാൻ കേന്ദ്രത്തിന് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? മൂന്നാമത്തെ ചോദ്യം, അമേരിക്കയുടെ മധ്യസ്ഥതാവാദത്തെ രാഷ്ട്രീയമായി തള്ളാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോഴും? KVS ഹരിദാസ്. ഞാൻ മൂന്നാമത്തേൽ നിന്ന് തുടങ്ങാം. ഏറ്റവും പ്രധാനം ട്രംപാണല്ലോ. അരുണെ, ഒരു കാര്യം മറക്കരുത്, ഈ പഹൽഗാമിന് ശേഷം ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. അംബാസഡർമാരുമായിട്ട് ചർച്ച നടത്തി, പ്രധാനമന്ത്രി തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്ര തലവന്മാരുമായിട്ട് സംസാരിച്ചിരുന്നു. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു യുദ്ധസന്നാഹം നടക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ, ചർച്ചകൾ നടക്കുന്നത് സ്വാഭാവികമല്ലേ? അതുണ്ടായിട്ടുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ ഈ ട്രംപ് പറഞ്ഞിട്ടാണ് വെടി നിർത്തിയത്. അത് ഇന്ത്യ പച്ചയ്ക്ക് അതല്ല നിലപാട്. ഇന്ത്യയുടെ നിലപാട് വ്യത്യസ്തമാണ്. ജയശങ്കർ പറയാത്തത് എന്താ? വിദേശകാര്യമന്ത്രി അത് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ല. പറയാതെ ഉദ്യോഗസ്ഥനെ വിട്ട് പറയിപ്പിച്ചത് എന്ത് എന്നാണ് ചോദ്യം. അല്ലാരുടെ വെയിറ്റ് ചെയ്യൂ, ഓരോന്നിനും സമയമുണ്ട്. 2 ദിവസമായിട്ടുള്ളൂ വെടിനിർത്തൽ കഴിഞ്ഞിട്ട്, 2 ദിവസമായിട്ടുള്ളൂ. അതിനു മുമ്പ് MEAയുടെ പ്രതിനിധി അത് കാര്യങ്ങൾ വ്യക്തമാക്കി. ഗവൺമെൻറ്റിൻ്റെ നിലപാടല്ലേ പറയുന്നത്. ബാക്കി പറയേണ്ടത്, ഇപ്പോൾ ജയശങ്കർ പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞില്ല എന്ന്. പറയേണ്ട സമയത്ത് പറയേണ്ടവരൊക്കെ അക്കാര്യങ്ങൾ പറയും, ബോധ്യപ്പെടുത്തും. ഒരു കാര്യം കൂടി നമ്മൾ മറന്നുകൂടാ, നേരത്തെ വിദേശകാര്യ വിദഗ്ധൻ സൂചിപ്പിച്ചു,
ഈ ഈ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു പരിധി വരെ ഇന്ത്യക്കൊപ്പം നിന്നത് അമേരിക്കയാണ്. നമ്മളൊരു ഇന്ത്യയുടെ ചരിത്രം കൂടി നോക്കണം. ഒരു കാലഘട്ടത്തിലും ഇത്തരം യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയും റഷ്യയും ഒന്നിച്ച് ഇന്ത്യക്കൊപ്പം നിന്നിട്ടുണ്ടോ? ഇത്തവണയാണ് അതുണ്ടായത്. അത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമല്ലേ? ഇന്ത്യക്കൊപ്പം അമേരിക്കയും റഷ്യയും നിന്നില്ലേ? എതിർത്ത് നിന്നോ? യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നത് ഇന്ത്യയുടെയും തീരുമാനമായിരുന്നില്ലേ? സാമ്പത്തികമായിട്ട് വളരെ വളരെ മുന്നേറുന്ന ഒരു രാജ്യം എന്ന നിലയിൽ റഷ്യൻ യുക്രൈൻ വാർ പോലെ, പാലസ്തീനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന യുദ്ധം പോലെ മാസങ്ങളോളം നീളുന്ന ഒരു യുദ്ധത്തിലേക്ക് നമ്മൾ പോകും എന്ന് പ്രഖ്യാപിച്ചിരുന്നോ? നമ്മളെന്താ പറഞ്ഞത്? ഈ പഹൽഗാമിന് ഉത്തരവാദികളായവരെയും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും ഞങ്ങൾ വിടില്ല എന്നല്ലേ പ്രധാനമന്ത്രി? പക്ഷേ പഹൽഗാമിലെ ഭീകരരെ കിട്ടിയില്ല ഇതുവരെ. അത് ചെയ്തു കഴിഞ്ഞു. ബാക്കി അത് നിങ്ങൾ മുഴുവൻ വാർത്തകളും പുറത്തു വരട്ടെ. അരുണേ, തിരക്ക് പിടിക്കല്ലേ. നമ്മൾ ഈ ഭീകരന്മാരെ മുഴുവൻ കൈയോടെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ശീലമല്ല ഇന്നുള്ളത്. പലതും വേറെ നടന്നിട്ടുണ്ടാവും. നമ്മൾ വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ തിരക്ക് പിടിക്കല്ലേ. ഇവരെ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി ജാമ്യം നിഷേധിച്ച് ജയിലിൽ അടയ്ക്കുന്ന ആ സമ്പ്രദായമൊന്നുമല്ല ഇന്നുള്ളത്. ഭീകരന്മാരോട് എന്ത് നിലപാട് എടുക്കണം എന്നുള്ളത് സൈന്യത്തിന് വ്യക്തമായ നിർദ്ദേശമുണ്ട്. അതവർ ചെയ്തിട്ടുണ്ടാകും. ബാക്കിയുണ്ടെങ്കിൽ അവരത് ചെയ്തു തീർക്കുകയും ചെയ്യും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഞാൻ ഈ വിദേശ ഇടപെടലുകളെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാതെ വയ്യ. CP ജോണിനൊക്കെ നന്നായിട്ട് അറിയാം. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് KGB അല്ലേ ജോണെ ഇന്ത്യ ഭരിച്ചിരുന്നത്? ആ മിത്രോക്കിൻ ആർക്കൈവ്സ് ഒന്ന് പരിശോധിച്ചാൽ അറിഞ്ഞുകൂടെ? മുഴുവൻ ഡോക്യുമെന്റ്സും KGB ഡോക്യുമെന്റ്സ് വന്നിട്ടില്ലേ? PN ഹക്സർ എങ്ങനെയാ PMOയിൽ വന്നത് എന്നത് ചരിത്രത്തിന്റെ ഭാഗമല്ലേ? അന്നൊക്കെ ഇന്ത്യക്ക് മേൽ ആരുടെ ഇടപെടലാണ് ഉണ്ടായിരുന്നേ? ഏത് രാഷ്ട്രീയ ബന്ധ, ഏത് വിദേശ ഇടപെടലാണ് ഉണ്ടായിരുന്നേ? ഇന്ന് ഇന്ത്യക്ക് മേൽ അത്തരത്തിലുള്ള ഒരു ഇടപെടലുമില്ല. ഇന്ത്യ സ്വതന്ത്രമായിട്ട് നിലപാടുകൾ എടുക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു, മുന്നോട്ട് പോകുന്നു. ചിലരുടെയൊക്കെ അഭിപ്രായങ്ങൾ ആരായുന്നുണ്ടാവും, ചിലരുടെയൊക്കെ നിർദ്ദേശങ്ങൾ വരുന്നുണ്ടാവും. പക്ഷെ തീരുമാനമെടുക്കുന്നത് ഇന്ത്യയുടെ സേനയാണ്, ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വമാണ്, ഇന്ത്യയുടെ ഭരണ നേതൃത്വമാണ്. അതിൽ ഒരു സംശയവും വേണ്ട. അവിടെ വിട്ടുവീഴ്ചകൾ ഉണ്ടാകില്ല എന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ കാണിച്ചു തരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ആ മധ്യപ്രദേശിലെ മന്ത്രിയെക്കുറിച്ച് അയാളോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് പാർട്ടി. തീരുമാനങ്ങൾ ഉണ്ടാവും, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഒരു ദിവസം 24 മണിക്കൂറേ ആയിട്ടുള്ളൂ, തീരുമാനങ്ങൾ ഉണ്ടാവും. അതുപോലെ വിദേശകാര്യ സെക്രട്ടറിക്കെതിരായിട്ട് എൻ്റെ ഒരു കാര്യം അരുണേ, വിദേശകാര്യ മിശ്രയ്ക്കെതിരായിട്ടുള്ള ആക്ഷേപം സോഷ്യൽ മീഡിയയിൽ ഈ ഘട്ടത്തിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടായാൽ, ദേശവിരുദ്ധമായ പ്രസ്താവനകൾ വന്നാൽ, അത്തരത്തിലുള്ള പോസ്റ്റുകൾ വന്നാൽ നടപടി എടുക്കും എന്ന് ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനൊക്കെ വിചാരിക്കുന്നത് ഈ വിദേശകാര്യ സെക്രട്ടറിക്കെതിരായ പ്രസ്താവനകളും അല്ലെങ്കിൽ നിലപാടുകൾ എടുത്തതും അത്തരത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാകും എന്ന് തന്നെയാണ്. എന്തായാലും ഖുറേഷിയുടെയും മിശ്രയുടെയും കാര്യത്തിൽ നടപടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞത് നന്നായി. ഇന്നിപ്പോൾ റിപ്പോർട്ടറിൻ്റെ ഒരു ന്യൂസ് ഞാനിപ്പോൾ കണ്ടു. മധ്യപ്രദേശ് ഹൈക്കോടതി BJPയെയോ കേന്ദ്ര ഗവൺമെൻറ്റിനെയോ കാത്തു നിൽക്കാതെ കേസെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് BJPക്ക് ആ പന്ത് പഴച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാന. കോടതിയിലേക്ക് വരികയാണ്. കോടതി സോമോട്ടോ കേസെടുക്കുമെന്ന് കൂടി പറഞ്ഞത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. അതുപോലെ തന്നെ ഇടപെടലിൻ്റെ കാര്യത്തിൽ റഷ്യ ഇടപെട്ടിട്ടുള്ള കാര്യം വളരെ പരസ്യമാണ്. റഷ്യ നമ്മളെ സഹായിച്ചതും അത് പിന്തുണച്ചതും പരസ്യമായ കാര്യമാണ്. ഇവിടെ എവിടെയോ ഒരു വഴുക്കലുണ്ട്. അത് 2 ദിവസമേ ആയിട്ടുള്ളൂ എന്ന ഒരു കൺസെഷൻ കൊടുക്കുന്നതിൽ തെറ്റില്ലെങ്കിൽ പോലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആസ് ക്വിക്ക് ആസ് പോസിബിൾ ഈ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ, അത് കിട്ടിയാൽ നമുക്ക് നാട്ടുകാർക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടുമെന്നല്ല, പറഞ്ഞില്ലെങ്കിൽ ഇന്ത്യയുടെ കാലാകാലമായ ആ ഡിപ്ലോമാറ്റിക് അതോറിറ്റി അത് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഏറ്റവും വേഗം രാഷ്ട്രീയ നേതൃത്വം, ഏറ്റവും ചുരുങ്ങിയത് അരുൺ പറഞ്ഞതുപോലെ വിദേശകാര്യമന്ത്രിയെങ്കിലും അത് പറഞ്ഞത് തെറ്റായി എന്ന് പറയുകയോ അമേരിക്കൻ അംബാസഡറെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പറയുകയോ ചെയ്യാതിരുന്നാൽ
നമുക്ക് സഹായം ആര് സഹായിച്ചാലും എടുക്കാം, പക്ഷെ സഹായിക്കേണ്ട പോലെ സഹായിക്കണം, നമ്മളെ ഉപദ്രവിക്കുന്ന പോലെ സഹായിക്കരുത്. ഇന്ത്യയെ ഡിസംപവർ ചെയ്യുകയാണ് അമേരിക്ക ചെയ്തിട്ടുള്ളത്, നമ്മളെ സഹായിക്കുന്ന വ്യാജേന. അപ്പോൾ ഇതൊരു വ്യാജ സഹായമാണ്. ആ വ്യാജ സഹായത്തെ തുറന്നു കാണിച്ചില്ലെങ്കിൽ നമ്മളെന്തോ വലിയ കുഴപ്പത്തിലായിരുന്നു, നമ്മൾ പോയി അമേരിക്കയോട് പറഞ്ഞിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് പറഞ്ഞതായിട്ടല്ലേ അമേരിക്ക നമ്മളെ സ്നബ് ചെയ്യല്ലേ ചെയ്യുന്നത്. അത് ഒരിക്കൽ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. മറുപടി നമ്മൾക്ക് പ്രതീക്ഷിക്കാം. CP ജോൺ. നിസാം സെയ്ദ്, ഞാൻ താങ്കൾക്ക് 1 മിനിറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു. ശ്രീ MVS ഹരിദാസിന്റെ മറുപടിയിൽ തൃപ്തനാണോ താങ്കൾ? ഈ യുദ്ധം കൊണ്ടുണ്ടായ, ഈ സൈനിക നടപടികൾ കൊണ്ടുണ്ടായ നമുക്ക് ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്ത് ഇന്ത്യ പാകിസ്ഥാനെ പോലെ ഒരു റോഗ് രാജ്യമല്ല. ഇന്ത്യ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആയിരക്കണക്കിന് വർഷക്കാലമായിട്ടുള്ള ഒരു തർക്കമാണ്. ആ തർക്കത്തിൽ എല്ലാം കാശ്മീർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഞാൻ ഇടപെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത മാത്രമല്ല, കാശ്മീരിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യില്ല. ഈ പ്രസ്താവന എന്ന് പറയുന്നത് ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഞാൻ ഇടപെടും എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹമാണ് ആദ്യമായി ട്വീറ്റ് നടത്തിയത്. അതിൽ നിന്ന് തന്നെ അത് ഇന്ത്യയുടെ അവകാശമാണ്, ഇന്ത്യയുടെ ഒരു പരിധിവരെ പാകിസ്ഥാന്റെ അവകാശമാണ് ആരാണ് യുദ്ധം നിർത്തുന്നത് എന്നുള്ളത്. സാധാരണ യുദ്ധങ്ങൾ ഒരു ചർച്ചയ്ക്ക് ശേഷം ഇരു കക്ഷികളും ചേർന്ന് അതിനിടയ്ക്ക് മീഡിയേഷൻ ഉണ്ടായേക്കാം. പക്ഷെ ആ മീഡിയേഷൻ ഉണ്ടെങ്കിൽ പോലും ഇരു കക്ഷികളുമാണ് പ്രസ്ഥാനം നടത്തുന്നത്. ഇവിടെ ട്രംപ് പ്രസ്ഥാനം നടത്തുമ്പോൾ കൃത്യമായും ഇന്ത്യയുടെ പരമാധികാരമാണ്, ഒരു യുദ്ധം തുടങ്ങാനും ഒരു യുദ്ധം നിർത്താനുമുള്ള ഇന്ത്യയുടെ പരമാധികാരമാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിജയ് ഷായെ മന്ത്രിസഭയിൽ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ BJPക്ക് ഒരു വിധത്തിലും ദേശസ്നേഹത്തെക്കുറിച്ചോ സൈനിക സ്നേഹത്തെക്കുറിച്ചോ പറയാൻ ഒരു അവകാശം വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ് നിസാം ഇപ്പോൾ KVS ഹരിദാസ് പറഞ്ഞത്. നമുക്കത് വിശ്വസിക്കാം. മാത്രമല്ല ഇപ്പോൾ കോടതി തന്നെ ഇടപെട്ടിട്ടുണ്ട് ആ വിഷയത്തിൽ. കോടതി കേസെടുത്തിട്ട് പോലും BJPക്ക് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ ആർക്ക് പുൽവാമ വിഷയത്തിൽ നമ്മൾ 2019 ശേഷം 6 വർഷമായി അതിന്റെ മേലുണ്ടായ നടപടികളെക്കുറിച്ച് ഇപ്പോഴും നമ്മൾ കാത്തിരിക്കുകയാണ്. ആ നടപടികളെ കുറിച്ച് എന്തെങ്കിലും അരുൺ അറിയാവോ? എന്ത് നടപടികൾ എടുത്തതെന്ന്? ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് ഒരു ട്രക്ക് RDX ഒരു ട്രക്ക് RDX എങ്ങനെ കാശ്മീരിൽ കിടന്ന് കറങ്ങിയെന്നുള്ള ഒരാഴ്ച കറങ്ങിയെന്നുള്ളതിന് മറുപടി കിട്ടാത്ത ഒട്ടേറെ ചോദ്യങ്ങളുള്ളപ്പോൾ ഈ 2 ദിവസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അതിനുശേഷമുള്ള തിരിച്ചടിയും അതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ. അതിന് അക്കൗണ്ടബിലിറ്റി ഇല്ലേ? സൈനിക വിജയവുമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. താങ്ക് യു നിസാം സെയ്ദ്, താങ്ക് യു KVS ഹരിദാസ്, താങ്ക് യു CP ജോൺ, താങ്ക് യു ഡോക്ടർ നിതീഷ് നാരായൺ, താങ്ക് യു നിർമ്മൽ എബ്രഹാം ചർച്ചയിൽ പങ്കുചേർന്നതിന്. Debate with Dr. Arun Kumar.